നമസ്കാരം. ദേവസൈന്യയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 49ലേക്കും ഏവർക്കും സ്വാഗതം. വ്രജവാസികൾ ഗോധനാദികളെല്ലാം എടുത്തുകൊണ്ട് പർവ്വതത്തിനടിയിൽ പ്രവേശിച്ചു. എല്ലാവർക്കും ഒട്ടും തിരക്കുകൂടാതെ ഇരിക്കാനുള്ള വിസ്താരം അതിനുള്ളിൽ ഉണ്ടായിരുന്നു. ഉണ്ണിക്കണ്ണൻ വലതു തൃക്കൈ കൊണ്ട് അത്ഭുതമായി വേണുഗാനം ചെയ്ത് അവരെ ആനന്ദിപ്പിച്ചു. ശ്രീകൃഷ്ണന്റെ സഖാക്കൾക്ക് കൃഷ്ണനെ ഒറ്റയ്ക്ക് മല ചുമന്ന് നിൽക്കാൻ അനുവദിക്കാൻ മനസ്സു വന്നില്ല. എല്ലാവരും മാടുമേയ്ക്കുന്ന കോൽ കൊണ്ട് പർവ്വതത്തിനടിയിൽ ചേർത്തു പിടിച്ച് നിന്ന് ഭാരം തങ്ങളും പങ്കിട്ടെടുത്തതായി വിചാരിച്ചു. വ്രജവാസികൾ കൃഷ്ണനെ തന്നെ ഇമവെട്ടാതെ നോക്കിയിരുന്നു. ആരും തന്നെ വിശപ്പോ ദാഹമോ ക്ഷീണമോ അറിഞ്ഞതേയില്ല. പശുക്കളും ആഹാരം കൂടാതെ കൃഷ്ണനിൽ ദൃഷ്ടിയുറപ്പിച്ച് ചിത്രങ്ങളെന്ന പോലെ നിന്നു. കൃഷ്ണരൂപാമൃതം നേത്രങ്ങൾ കൊണ്ടും വേണുഗാനാമൃതം ശ്രോത്രങ്ങൾ കൊണ്ടും കൃഷ്ണനാമാമൃതം നാവുകൾ കൊണ്ടും കൃഷ്ണലീലാമൃതം മനസ്സുകൊണ്ടും പാനം ചെയ്ത് എല്ലാവരും പ്രേമാനന്ദത്തിൽ മുങ്ങിക്കിടന്നു. ദിവസങ്ങൾ പോയതറിഞ്ഞില്ല. ഭക്തരക്ഷകൻ നിന്ന നിലവിട്ടു ചലിക്കാതെ 7 ദിവസം പർവ്വതത്തെ ധരിച്ചു നിന്നു. 8-ാം ദിവസം ഗോകുലത്തിൻ്റെ സർവനാശം നേരിട്ട് കാണാൻ ഇന്ദ്രൻ വന്നു. എന്നാൽ അവിടെ ആരും മഴ പെയ്തത് തന്നെയും അറിഞ്ഞില്ലെന്ന മട്ടിൽ സുഖിച്ചിരിക്കുന്നത് കണ്ട് അത്യാശ്ചര്യവും അതിലുമധികം ലജ്ജയും തോന്നി. അഹങ്കാരം നിശേഷം നശിച്ചു. മേഘങ്ങളെ തിരിച്ചയച്ചു. കൊടുങ്കാറ്റും പേമാരിയും ശമിച്ചപ്പോൾ ആകാശം തെളിഞ്ഞ് സൂര്യൻ പ്രകാശിച്ചു. ആ സ്ഥിതി കണ്ട് ഗോവർദ്ധനധാരി സ്വജനങ്ങളോട്, നിങ്ങളെല്ലാവരും സാധന സാമഗ്രികളോടുകൂടി നിർഗമിക്കുവിൻ. പേടിക്കേണ്ട, കാറ്റും മഴയുമെല്ലാം ശമിച്ചു കഴിഞ്ഞു. ഇതുവരെ പെയ്ത മഴ കൊണ്ട് വെള്ളപ്പൊക്കവും ഉണ്ടായിട്ടില്ല. നദികളിൽ മുമ്പിരുന്നതുപോലെ വെള്ളം കുറഞ്ഞിട്ടുണ്ട് എന്നരുളി ചെയ്തു. അതനുസരിച്ച് ഗോധനാദികളോടുകൂടി അവരെല്ലാവരും പുറത്തു കടന്ന ശേഷം സർവസമർത്ഥനായ പ്രഭു സർവരും നോക്കി നിൽക്കെ പർവ്വതത്തെ ലീലയായി പൂർവസ്ഥാനത്ത് വച്ചു. അതിമാനുഷ പരാക്രമങ്ങളെ കാണിച്ച് ഭക്തന്മാർക്ക് തന്നിൽ പ്രീതിയും ഭക്തിയും വർദ്ധിപ്പിക്കുന്നതിനും ദുർമതികൾക്ക് ഭയമുണ്ടാക്കി ദുരഹങ്കാരത്തെ നശിപ്പിക്കുന്നതിനുമായി അവതരിച്ച ശ്രീകൃഷ്ണന്റെ ഒരു ലീല കൂടി വ്രജവാസികൾക്ക് നേരിൽ കാണാൻ കഴിഞ്ഞു. കഴിഞ്ഞ 7 ദിവസവും പ്രാണാധികപ്രിയനായ നന്ദകുമാരൻ പർവ്വതഭാരവും വഹിച്ചുകൊണ്ട് ഒരേ നിലയിൽ നിന്നതിനെ അതിവാത്സല്യം കാരണം ഭയാശങ്കകളോടുകൂടി നോക്കി നിന്നിരുന്ന ഇവർ ഇപ്പോൾ ആശ്വസ്തരായി. അവർ രക്ഷകനായ ഗോകുലനാഥനെ ചുറ്റിക്കൂടി. മുതിർന്നവർ ദധി, അക്ഷതം, ജലം ഇവയെ ശ്രീകൃഷ്ണന്റെ ശിരസിൽ അർപ്പിച്ച് ആശീർവദിച്ചു. ബാലന്മാർ പർവ്വതം ചുമന്ന സഖാവിൻ്റെ കയ്യും കാലും പ്രേമപൂർവം തലോടി. കൃഷ്ണപ്രാണകളായ ഗോപികൾ പ്രേമകാതരതയോടുകൂടി പ്രിയനെ കടാക്ഷിച്ച് കൃതജ്ഞതയെ പ്രകാശിപ്പിച്ചു. പുത്രവത്സലരായ യശോദയും നന്ദഗോപരും ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഗദ്ഗദത്തോടുകൂടി, ഉണ്ണികൃഷ്ണ, നിനക്ക് ക്ഷീണമുണ്ടോ? നീ തളർന്നുവോ മകനെ എന്നു ചോദിച്ച് വാത്സല്യാശ്രുക്കൾ പൊഴിച്ച് ശിരസിൽ മുകർന്നു. ജനങ്ങളുടെ തിരക്കൊഴിഞ്ഞപ്പോൾ പശുവൃന്ദങ്ങൾ ധാരധാരയായി കണ്ണീരൊഴുക്കിക്കൊണ്ട് തങ്ങൾക്ക് ജീവൻ ദാനം ചെയ്ത ഭഗവാന്റെ ചരണകമലങ്ങളെ മണപ്പിച്ച് നക്കിയുരുമ്മി. ആകാശത്തിൽ നിരന്നു നിന്ന ദേവന്മാരും സാധ്യന്മാരും സിദ്ധഗന്ധർവ ചരണാദികളും സന്തുഷ്ടരായി പുഷ്പവൃഷ്ടി ചെയ്തു. ദിവ്യവാദ്യങ്ങൾ മുഴക്കി. തമ്പുരു പ്രമുഖന്മാർ ഗാനം ചെയ്തു. അനന്തരം അത്യനുരക്തരായ സ്വജനങ്ങളാൽ പതിവ്രതരായി പ്രഭുവും ജ്യേഷ്ഠനും വികാരതരളിതരായി ഗോവർദ്ധന ലീലയെ പാടുന്ന ഗോപികളുടെ അകമ്പടിയോടുകൂടി ഗോകുലത്തിലേക്ക് മടങ്ങി. ശ്രീ ഭഗവാന് കേവല സങ്കല്പത്താൽ സ്വജനങ്ങളെ രക്ഷിക്കാൻ കഴിയും. അത് ചെയ്യാഞ്ഞതെന്തിനെന്നാൽ യാഗത്താൽ പ്രസാദിച്ച ഗോവർദ്ധന പർവ്വതരാജൻ തങ്ങളെ രക്ഷിച്ചുവെന്ന് വ്രജവാസികളെ ബോധ്യപ്പെടുത്തി ഗോവർദ്ധനത്തിൻ്റെ കീർത്തി ലോകവ്യാപ്തമാക്കാനായിരുന്നു. അന്നുമുതൽ ഗോവർദ്ധനം ഭക്തലോകത്തിൻ്റെ പൂജയ്ക്ക് പാത്രമായ പുണ്യപർവ്വതമായി ഭവിച്ചു. നന്ദി, നമസ്കാരം.